ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഹാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് വിഷു ഒക്കെ ആയിട്ട് ഇന്ന് കുറച്ച് പായസമൊക്കെ വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്ന് ചെറിയൊരു മഴ തുള്ളലും അങ്ങനെയൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തലേ ദിവസം തന്നെ പായസത്തിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വർക്കില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ തന്നെ കിച്ചണിൽ കയറി. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അടപ്രഥമനാണ് കേട്ടോ. അടപ്രഥമൻ്റെ 2 പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പം സാധാരണ രീതിയിൽ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 1/2 കിലോയോളം അടയുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് ശർക്കര എടുക്കുന്നത്. ഇതിപ്പം 250 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് അടയാണ് എടുത്തേക്കുന്നത്. അപ്പം 1 കിലോയോളം നമ്മൾ ശർക്കര എടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കരയും നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മുന്തിരി, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. പിന്നെ നെയ്യ് ഞാനിപ്പം 2 ടിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 1 ടിന്നോളം മതിയാവും ശരിക്കും പറഞ്ഞാൽ. ഒരെണ്ണം അഡീഷണലായിട്ട് നമ്മൾ വെച്ചതാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ. പിന്നെ തേങ്ങയാണ്, 2 മുഴുത്ത തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചവ്വരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കുതിർത്തിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ആദ്യം തന്നെ നമ്മളിത് കുതിർക്കാൻ വേണ്ടി ഇടണം. ഇപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു വെച്ചു. കാരണം എല്ലാ ഐറ്റംസും അടുത്തടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ കുക്കിംഗ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞാൻ ഈ ചവ്വരി ഇവിടെ കുതിർക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ്. നമ്മൾ അടയുടെ പാക്കറ്റ് അതെല്ലാം പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് നമ്മളിനി ആദ്യമേ ഒന്ന് മാറ്റിയെടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ആദ്യം തന്നെ നമ്മളൊരു കലത്തിലേക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. പിന്നെ അത് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ അടയിടുന്നത്. അപ്പം പൊട്ടിച്ച് വെച്ച അടയുടെ പാക്കറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും. ഇത് സാധാരണ നമ്മൾ വെറുതെ ഒന്ന് ചൂടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഒരുപാട് ചൂടാക്കരുത്, കാരണം അത് അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ, ഒന്ന് വറുത്തെടുക്കുന്ന പോലെ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മാത്രം അട ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം നമ്മൾ ഈ അട എന്തോരം വേവുന്നോ അത് ആദ്യം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വേവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് വേവുന്ന ഒരു അടയാണ് കേട്ടോ. ഇപ്പം ചില അടയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ നേരവും കൂടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാത്രത്തിനകത്ത് ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ഒരു തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് നമ്മൾ കൈ പിടിച്ചൊന്ന് ഞെക്കി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് എന്തോരം വെന്തിട്ടുണ്ടെന്നൊക്കെ. സൈഡിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര ഉരുക്കമാണ് കേട്ടോ. ഇതിപ്പം ശർക്കര നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പൊടിച്ചിട്ട് നമ്മളിങ്ങനെ ഉരുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് ഉരുകി കിട്ടും. അപ്പം പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ശർക്കര ഉരുക്കുമ്പോഴത്തേക്കും നമ്മളൊരു 1/4 ഗ്ലാസ്സോളം വെള്ളം മതി കേട്ടോ. 1/2 ഗ്ലാസ് വേണമെങ്കിൽ ഊറ്റാം, പക്ഷേ 1/4 ഗ്ലാസ്സോളം മതിയാവും. കാരണം ഇതിനി കുറുകി വരാൻ തന്നെ അത്യാവശ്യം ഒരു ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം എന്തോരം ഒഴിക്കുന്നു അത്രയും താമസമായിരിക്കും കേട്ടോ ഇതിങ്ങനെ റെഡിയായിട്ട് വരാൻ. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മളൊരു ഉരുളി വെക്കുകയാണ്. അപ്പം ഉരുളിയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന അട അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നെയ്യിലൊന്ന് ജസ്റ്റ് ഒരു നെയ്യുടെ ഫ്ലേവറും അതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് അടയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മളതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ശർക്കരപ്പാനി അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ടൊഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോഴത്തേക്കും അതിനകത്തെ ഇപ്പോൾ ശർക്കരയ്ക്കൊക്കെ അകത്ത് എന്തെങ്കിലും ഒരു മാലിന്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറിക്കോളും. എന്നിട്ട് ശർക്കരയിലേക്ക് നമ്മൾ പാനിയുള്ള അതങ്ങോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടയൊക്കെ ഇതിന് മുന്നേ വേവിക്കണമെന്ന് പറയുന്നതിനുള്ള മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഈ ശർക്കരപ്പാനിയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും അട ഒന്നും കൂടെ അങ്ങോട്ട് കല്ലിച്ച് വരുവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അട നന്നായിട്ട് വേവിച്ചിട്ട് മാത്രമേ ഈ ശർക്കരപ്പാനിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചവ്വരി കുതിർത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചവ്വരി അത്യാവശ്യം നന്നായിട്ട് കുതിരണം കേട്ടോ. പിന്നെ നല്ല ബ്രാൻഡ് അടയാണെങ്കിലും ചവ്വരി ആണെങ്കിലും എല്ലാം നല്ലത് നമ്മൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
നമ്മളിത് എടുത്ത് വെച്ചേക്കുന്ന അടയെന്ന് പറയുന്നത് 250 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശർക്കര നമ്മൾ എടുത്തേക്കുന്നത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ്. അപ്പം നമ്മൾ അട എന്തോരം എടുക്കുന്നോ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ശർക്കര എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മധുരമൊക്കെ ആണെങ്കിൽ നമ്മൾ പായസം അടപ്രഥമനാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത്യാവശ്യം മധുരമൊക്കെ വേണം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു 1/2 കപ്പോളം പഞ്ചസാര മതിയാവും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ചവ്വരിയും അതുപോലെ തന്നെ അടയൊക്കെ അത്യാവശ്യം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ തേങ്ങാപ്പാൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഞാനിപ്പം ഇവിടെ ചേർക്കുന്നത് 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാലുമാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി ഇൻ കേസ് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇപ്പം നമ്മുടെ അടയും അതുപോലെ തന്നെ നമ്മുടെ ചവ്വരിയും എല്ലാം അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആവശ്യമാണ്. ഞാനപ്പം അത്ര അങ്ങ് തന്നെ ചേർക്കുന്നില്ല. ഞാനിവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയോളം മതിയാവും നമുക്ക്. പിന്നെ അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് 3-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 3-ാം പാൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് അത്യാവശ്യം ഒന്ന് വഴണ്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോഴത്തേക്കുമാണ് നമ്മൾ ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിലൊന്നും പിടിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിനി നെയ്യ് പോരണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് എടുക്കുമ്പോഴാണെങ്കിലും നല്ല ബ്രാൻഡ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഫ്രണ്ട്സിന് കൊടുക്കുന്ന കാരണം തന്നെ ഇത് എല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, നല്ലൊരു ബ്രാൻഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊന്നും നമ്മൾ വീഴ്ച വരുത്തരുത്. കാരണം ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനൊക്കെ ഉള്ളതാകുമ്പോഴത്തേക്കും നമ്മൾ അത്രയും നന്നായിട്ട് സൂക്ഷ്മതയോടെ വേണം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ്. കുറച്ച് നെയ്യും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് പിന്നെയും നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓവറായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ കശുവണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി ചേർക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെയും കുറച്ച് നെയ്യുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2-ാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പം ഈ 2-ാം പാലും 1-ാം പാലും ഒക്കെ ഒഴിക്കുമ്പോൾ മാത്രം നമ്മളിതിങ്ങനെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കത്തുള്ളൂ. 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അനക്കത്തില്ല കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് സെറ്റാവും. പിന്നെ നമ്മൾ ഇളക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി ഇതിപ്പോൾ 2-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞാൽ തന്നെ ഇതിലകത്തേക്ക് ഞാൻ കുറച്ച് പാലല്ലാണ്ട് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻ കേസ് നമുക്കൊരു പായസം ഒന്ന് ടൈറ്റ് ആവുമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കതിലേക്ക് ഇത് തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചെറു ചൂടുവെള്ളമാണെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മിക്സ് ചെയ്താലും മതിയാവും. ഇല്ലേ സാധാരണ പാലാണെങ്കിലും കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ അടുത്തത് ഇത് 2-ാം പാലിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ പാൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇതിപ്പം കുറച്ച് ലൂസാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിലും അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് വറ്റി കുറുകാൻ തുടങ്ങും കേട്ടോ. ആ ഒരു പരുവത്തിലാവും. അപ്പം ഒരുപാട് നമുക്ക് കുറുങ്ങേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് എടുത്ത് വെച്ചേക്കുന്ന 1-ാം പാലും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ തീ അത്യാവശ്യം നന്നായിട്ടൊന്ന് സ്ലോ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അത് കുറച്ച് നേരം നമ്മൾ അനക്കാതെ അങ്ങ് വെച്ചേക്കും കേട്ടോ. ഇത് അടിയിലേക്ക് പോയി നന്നായിട്ടൊന്ന് ലയിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഓൾമോസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുന്തിരി അതുപോലെ കിസ്മിസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത്യാവശ്യം നെയ്യ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കശുവണ്ടിപ്പരിപ്പ് അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഷ്ടാനുസരണം അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുന്നതിന് ശേഷം നമ്മളിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
മുന്തിരിയും കിസ്മിസും ഒക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടമുള്ള കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ മുന്തിരി ഇങ്ങനെ ഇട്ട് വരുന്ന കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലുതാകാൻ തുടങ്ങും കേട്ടോ. അപ്പം ഇത് വലുതായി വരുന്ന കാണാൻ വേണ്ടി നല്ലൊരു രസമാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം അത് മുഴുത്തായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് നെയ്യൊന്നും നമ്മുടെ പായസത്തിനകത്ത് ചേർത്തിട്ടില്ലല്ലോ. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നന്നായിട്ട് അത്യാവശ്യം നെയ്യൊക്കെ എടുത്ത് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി നമ്മുടെ പായസത്തിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി ഒരു ഫ്ലേവർ വരും, നമ്മുടെ പായസത്തിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ പായസം എല്ലാം വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മഴ നന്നായിട്ട് അങ്ങ് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയൊന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവർക്കും കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം നമ്മൾ എല്ലാവർക്കും പാക്ക് ചെയ്ത് പായസം എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരുടെയും വീട്ടിൽ കൊണ്ടേ കൊടുത്തു. പിന്നെ ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അഗ്നികാസ് വേൾഡ്.